അവളുടെ കമ്മലെടുത്തിട്ട് ആ വിചിത്രമായ ജീവിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനിപ്പോ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ജീവിയുടെ വായിൽ നിന്നും ഇവൾ ഇട്ട് കൊടുത്തിട്ടുള്ള അതേപോലുള്ള കമ്മലുകൾ ഒരുപാട് ഇപ്പൊ നിലത്തേക്ക് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജീവികൾ ജീവിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു പ്ലാനറ്റിലായിരുന്നു. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാനറ്റ് ആയിരുന്നു. ഈ ഒരു പ്ലാനറ്റിലെ ഏലിയൻസ് ഒരുപാട് പേൾസ് കളക്ട് ചെയ്തിട്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ പേൾസ് അവരുടെ സ്കിന്നിന് കൂടുതൽ യുവതം നൽകുമായിരുന്നു. അതുപോലെ തന്നെ ആയുസും ഒരുപാട് നീട്ടിക്കൊടുക്കുമായിരുന്നു. ഈ ഏലിയനുകളുടെ രാജ്ഞി ഒരു പേൾ എടുത്തിട്ട് ഈ ജീവിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അതുപോലുള്ള പേളുകൾ ഇപ്പൊ നിലത്തേക്ക് ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ വീണ പേളുകൾ മുഴുവനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫൗണ്ടനിലേക്ക് ഈ ഒരു രാജ്ഞി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഫൗണ്ടൻ ആയിരുന്നു അവരുടെ ആ ഒരു പ്ലാനറ്റിന് എനർജി നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം ആകാശത്തു നിന്നും ഒരുപാട് ഉൽക്കകൾ ഇവരുടെ ഈ ഒരു പ്ലാനറ്റിലേക്ക് വന്ന് ഇടിച്ചിറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഉൽക്കകൾ വന്ന് ഇടിച്ചിറങ്ങിയതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പ്ലാനറ്റിൽ ഇനി സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് ഒരു സ്പേസ് ഷിപ്പ് എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇവരുടെ ഈ ഒരു രാജകുമാരി ഈ സ്പേസ് ഷിപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അവർ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരുപാട് വലിയ ഒരു ഉൽക്ക തന്നെ അവിടെ വന്ന് വീണിട്ടുണ്ട്. എന്നാൽ ഈ ഒരു രാജ്ഞി ഇവരുടെ ഈ സ്പേസ് ഷിപ്പിന് പുറത്തായിരുന്നു. അവരവിടെ വിട്ടിട്ട് പോകാനായിട്ട് ഇവർക്ക് ആർക്കും ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലുള്ള ആളുകൾ മുഴുവനും മരിച്ചു പോകുന്നുള്ളത് ഈ ഒരു രാജ്ഞിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവനും എനർജി ഉപയോഗിച്ചിട്ട് ഈ സ്പേസ് ഷിപ്പിനെ അവർ രക്ഷിക്കുകയാണ്.